ഹായ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. നമ്മളിന്ന് പറയാൻ പോകുന്നത് അഡൾട്ട്ഹുഡിനെ കുറിച്ചിട്ടാണല്ലേ. ഞാനൊക്കെ ജസ്റ്റ് അഡൾട്ട്ഹുഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. സോ ഞാൻ അഡൾട്ട്ഹുഡിനെ കുറിച്ച് റിയലൈസ് ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് നോബഡി ഹാസ് ഫിഗറിങ് ഔട്ട് എവറിത്തിങ്. ആരും അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഫിഗറിങ് ഔട്ട് ചെയ്യുന്ന ആളുകളല്ല. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് നോബഡി ഹാസ് എവറിത്തിങ് ഫിഗേർഡ് ഔട്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് എല്ലാം ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് അങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണല്ലേ. സോ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലോസ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും, താഴ്ചകളുണ്ടാവും. നമ്മൾ ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ അഡൾട്ട്ഹുഡിലും ബാധകമാണ്. ഒരു മനുഷ്യനും അഡൾട്ട്ഹുഡിൽ കയറി എന്ന് പറയുന്നത് കൊണ്ട് അവൻ്റെ ലൈഫിലത്തെ എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഒറ്റയടിക്ക് കണ്ടുപിടിക്കണം എന്ന് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഇത് കേൾക്കുന്ന കുട്ടികളോടാണ്. ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഒരു അഡൾട്ട് ആയിരുന്നെങ്കിൽ നല്ല ഫ്രീഡം കിട്ടിയേനെ എന്ന് വിചാരിച്ച ഒരു കൂട്ടത്തിൽ പെട്ട ആളാണ് ഞാനും. ബട്ട് ലേറ്റ്ലി ഐ എം റിയലൈസിങ് ദാറ്റ് ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. നമ്മൾ അഡൾട്ട്ഹുഡിലോട്ട് കയറുമ്പം വി ആർ ഫേസിങ് സോ മെനി റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് നമ്മളായിട്ട് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ലൈഫിലോട്ട് അത് താനേ വരും. നമ്മൾ എടുത്തോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. യെസ്, സൊസൈറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കാതെ പോലും ചില റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ആൻഡ് ദ തേർഡ് തിങ് ഈസ്, കോളേജിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടെ പഠനം അവസാനിക്കുന്നു എന്ന് തോന്നുന്നവരോടാണ് നോ, എ ബിഗ് നോ. വി ആർ ലേണിംഗ് എവറി സിംഗിൾ ഡേ. എല്ലാ സിംഗിൾ ഡേയിലും എന്തെങ്കിലും ലൈഫ് നമ്മളെ പഠിപ്പിച്ചിരിക്കും. ദാറ്റ്സ് ട്രൂ. അല്ലാതെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പഠനം മാത്രമല്ല. ഓക്കെ, ഇനി അതുപോലെ ഞാൻ സംസാരിക്കാം. അതായത് നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മൾ കോളേജിൽ പഠിച്ചൊരു പഠനമേ ആയിരിക്കില്ല. അവർ ഇൻ്റർവ്യൂസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇനി നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾക്ക് ജോലി കിട്ടി അങ്ങനെ വിചാരിക്കുക. ബട്ട് ആ ഒരു ജോലി സ്ഥലത്ത് പോലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുണ്ടാവും. അത് അഡൾട്ട്ഹുഡിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ദ ഫോർത്ത് തിങ് ഈസ്, നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യും ആളുകളിൽ നിന്ന്. ആൻഡ് ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് നോർമൽ. ചിലപ്പോൾ നിങ്ങൾ ഒരു 5-6 വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പകുതി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സൊക്കെ മേ ബി അത് അവരുടെ തെറ്റായിരിക്കില്ല കേട്ടോ, നമ്മുടെ തെറ്റും ആയിരിക്കില്ല. ലൈഫ് അങ്ങനെയാണ്. അഡൾട്ട്ഹുഡിൻ്റെ ഒരു ചില പ്രത്യേക പോയിൻറ്റ്സിലൊക്കെ എത്തുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ. ട്രസ്റ്റ് ഇഷ്യൂസ് വരും, ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ അവരിൽ നിന്നൊക്കെ ഔട്ട്ഗ്രോ ചെയ്യും. ആൻഡ് നിർബന്ധമായിട്ടും നമ്മൾ ചിലവരിൽ നിന്നൊക്കെ മാറേണ്ടി വരും. ഫോർ അവർ പീസ് ഓഫ് മൈൻഡ്, മേ ബി നമ്മുടെ ഒരു പീസിന് വേണ്ടിയിട്ട് നമ്മൾ മാറേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വളരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാവർക്കും അങ്ങനെ പിടിക്കണം എന്ന് നിർബന്ധമില്ല. സോ അത് പറ്റാത്തവരിൽ നിന്ന് മാറുന്നത് അതൊരു ഓക്വേർഡ് ഫീലിംഗ് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ യു ക്യാൻ അവരുടെ നിങ്ങൾ മാറാം, ഒരു കുഴപ്പമില്ല. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ്, അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് തെറ്റുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല. എന്താണ്, മനുഷ്യനല്ലേ, തെറ്റുപറ്റും. തെറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന സെൻസ് എന്ന് പറയുന്നത്, ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യം എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റും. അല്ലാണ്ട് ഒരു അഡൾട്ടായി എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പോലെ പെർഫെക്റ്റായിട്ട് ചെയ്യണം അങ്ങനെ വിചാരിക്കരുത്. തെറ്റുപറ്റും.
മനുഷ്യനാണ് അല്ലേ. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ മനുഷ്യനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റും. അതിനങ്ങനെ ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കൂ. മേ ബി ആഫ്റ്റർ 70s പോലും എവിടെയെങ്കിലുമൊക്കെ അവർക്കും തെറ്റുപറ്റും. സോ ഫെയിലിയർ എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡിൽ നിർബന്ധമായും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അഡൾട്ട്ഹുഡിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന, അതിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ലൈഫിലുണ്ടാവും. ദാറ്റ്സ് ട്രൂ. ബട്ട് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷനൊന്നും അഡൾട്ട്ഹുഡിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.